Hello guys, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് ജഡ്ജ്മെൻ്റൽ ആൻറ്റീസിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരുങ്ങാം എന്നുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഓണത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓണം ലുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത്തവണ മേക്കപ്പിൽ ഞാൻ കുറേ ഡിഫറൻസസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ ഫാമിലിയിൽ ഓണം ഇല്ല. എൻ്റെ ഗ്രാൻഡ് മദർ പാസ്ഡ് അവേ. സോ അത് കാരണം ഓണമില്ല. അതുകൊണ്ട് ശരിക്കുള്ള ഓണം നമ്മൾ ആഘോഷിക്കുന്നില്ല. ബട്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഇന്നലെ ആ വീഡിയോ ഇട്ടപ്പോഴേക്കും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ആൻഡ് തിരിച്ചു പോകാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു മോട്ടിവേഷനായിട്ട് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ നമുക്ക് ഓണമില്ല. അപ്പോൾ ഓണക്കോടിയൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഉള്ള സാരി വെച്ചിട്ട് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരൊറ്റ സാരിയും കാണുന്നില്ല എന്നതാണ്. അതൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഈവൻ ആദ്യത്തെ ഡ്രസ്സ് കുറേ സംഭവങ്ങളൊന്നും കാണാനില്ല. എനിക്കൊന്നും ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് കുറേ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പോയിട്ടോ എവിടെയൊക്കെയോ ഇരിപ്പുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കണം. പക്ഷേ നമ്മൾ തളരരുത് രാമകുട്ടി, തളരരുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുണ്ടില്ലേ, നമ്മുടെ ഡബിൾ മുണ്ട്, അതാണ് ഇന്ന് സാരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ കല്യാണത്തിന് പുള്ളി ഉടുത്ത മുണ്ടാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് തേച്ച് മടക്കി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാമല്ലോ ഐഡിയ, എന്നാൽ പിന്നെ ഇതെടുത്ത് കൊടുത്താലോ എന്ന് വിചാരിച്ച് പുള്ളിയിട്ട് ഞാനിങ്ങനെ എടുത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്കിന്ന് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് മേക്കപ്പ് ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇത് ക്ലൈമറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൂടിയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ചെന്നൈയിലെ ഡ്രൈ ക്ലൈമറ്റിൽ മോയ്സ്ചറൈസർ ഭയങ്കര അത്യാവശ്യമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ സ്ഥിരമായിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുമായിരുന്നു. ആൻഡ് സ്കിന്ന് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കേരളത്തിൽ വന്ന് ഇവിടെ ഓൾറെഡി ഒരു മോയ്സ്ചറൈസ്ഡ് അറ്റ്മോസ്ഫിയർ ആണ്. കുറച്ച് തണുപ്പല്ല, എന്താ പറയുക, എൻ്റെ സ്കിൻ കുറേയും കൂടി ഓയിലി ആവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഹെവി മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങി. കേരളത്തിൻ്റെ ആ ഒരു ക്ലൈമറ്റ് എൻ്റെ സ്കിന്നിന് പിടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് നമ്മൾ എന്തായാലും മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു നല്ല ബേസ് തരുന്നത്. ഇതൊരു പ്രൈമർ പോലെ ആക്ട് ചെയ്യും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഈ മോയ്സ്ചറൈസറാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുക. ഇത് വളരെ കുറച്ചേ ഞാൻ എടുക്കാറുള്ളൂ. ബിക്കോസ് വളരെ ഹെവി ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. വളരെ കുറച്ചിന് തന്നെ നല്ല പോലെ നമുക്ക് എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വളരെ സിമ്പിൾ മേക്കപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ചെയ്ത് അവസാനം അവിടെ എത്തുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു കൺസീലറാണ്. മെബിലിൻ ന്യൂയോർക്കിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറേ നാളായിട്ട് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 30 ഹണിയാണ് എൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. എനിക്കിത് യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. നല്ല ബെയർ സ്കിന്നായിട്ട് ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ പിമ്പിൾ മാർക്സും നമ്മുടെ കണ്ണിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഐ ഷാഡോസ് വെച്ച് നമ്മുടെ ഐ ബാഗ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്യാം. പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇടേണ്ടി. ഈയിടെയായിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പിമ്പിൾസ് വന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മാസ്ക് യൂസ് ചെയ്തിട്ടായിരുന്നു. മാസ്ക് യൂസ് ചെയ്തത് കാരണം മാസ്ക് എന്ന് പറയില്ലേ, ആ സംഭവം. അത് കാരണം ഞാൻ മാസ്കിൻ്റെ ഉപയോഗം കുറച്ചില്ല, ഞാൻ പുറത്ത് പോകുന്നത് കുറച്ചു. പിന്നെ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുമ്പോഴായിരുന്നു ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് കുറച്ചിട്ട് ക്ലോത്ത് മാസ്ക് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല പല സംഭവങ്ങൾ ട്രൈ ചെയ്തു. കുറേ സ്കിൻ കെയർ ഒക്കെ ട്രൈ ചെയ്തു. അതിനിപ്പോൾ കുറച്ച് കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ സ്കിന്നിലേക്ക് ആ ഡിസ്റ്റർബൻസ് കയറി വരുന്നുള്ളതാണ്. കുറച്ചൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പോഞ്ച് ഉപയോഗിക്കുന്നത് കേട്ടോ. ബ്രഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് സ്പഞ്ച് കുറച്ചും കൂടി ഇഷ്ടമാണ്. എന്നിട്ട് ബ്ലെൻഡ് ആകും ഈ സാധനം.
കഴിഞ്ഞാൽ ഞാൻ ഈ കോൺടൂർ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഷ് ഇടുന്ന പരിപാടികളൊക്കെ നിർത്തി, ഐ മീൻ പൗഡർ ബ്ലഷൊക്കെ ഇടില്ലേ, ആ പരിപാടികളൊക്കെ നിർത്തി, പൗഡർ ഇടുന്ന പരിപാടി നിർത്തി, അങ്ങനെ എല്ലാ പരിപാടികളും നിർത്തി. ആക്ച്വലി പൗഡർ നമുക്ക് ഇടാം കേട്ടോ, പൗഡർ നമുക്കിടാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേർക്കും. കേരളത്തിൽ ചെന്നൈയിലാണെങ്കിലും പുറത്തോട്ടൊക്കെ ഇറങ്ങി നന്നായി വേർക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് കാര്യമായിട്ട് വേർക്കും, ചൂടില്ലെങ്കിലും നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൽക്കാലം നമുക്ക് കുറച്ച് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം കേട്ടോ. മെബിലിൻ ന്യൂയോർക്ക് ഫിറ്റ് മീയുടെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഷെയ്ഡേ അല്ല, ലൈറ്റ് ബീജാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഇത് എൻ്റെ ഷെയ്ഡിനേക്കാളും ഇതാണെന്ന് തോന്നുന്നു. ബട്ട് എനിക്കിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ പിന്നെ വേറെ മേടിക്കാൻ പോയില്ല. അത് ഏകദേശം ഇത്രയും യൂസ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് ഇത് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം സെലിബ്രേഷൻ എന്തായി എന്ന് എന്നോട് പറയണം കേട്ടോ. ഇത്തവണ എല്ലാവർക്കും ഓണം എങ്ങനെയാണ്? എനിക്ക് ഓണം ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ബട്ട് നിങ്ങളുടെയൊക്കെ ഓണം സെലിബ്രേഷൻ എങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് വീട്ടിൽ ആഘോഷിക്കുന്നതെന്നൊക്കെ എന്നോട് പറയണം. ആൻഡ് ഷെയർ വിത്ത് മീ ഓൺ ഇൻസ്റ്റഗ്രാം ഓർ ചുമ്മാ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇതൊരു പ്രൊഫഷണൽ ചാനലൊന്നും അല്ല. സോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇവിടെ പറയാം, മാന്യമായിട്ടുള്ള എന്തുവേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫേസ് എല്ലാം ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഐബ്രോസ് ശരിയാക്കാം. ഓക്കെ, സോ ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും നമ്മുടെ പഴയ സാധനം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അൾട്ടിമേറ്റ് ബ്രോ കിറ്റാണ് കേട്ടോ. ആൻഡ് അസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ഈ ഒരു സ്പൂളർ, ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യും. ഇത് നല്ല നല്ല ഡെഫിനേഷനാണ് നമ്മുടെ ഐബ്രോസിന് തരുന്നത് കേട്ടോ. സോ ഐ ലവ് ദിസ് തിങ് സോ മച്ച്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ചപ്പിയ ലുക്കല്ലേ, അതേസമയം നമ്മളിത് ഡിഫൈൻ ചെയ്ത് നോക്കുമ്പോൾ വേറെ നല്ല ലുക്കാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഒത്തിരി അങ്ങനെ കരി വരച്ച ഒരു എഫക്റ്റ് വരത്തില്ല. അപ്പോൾ അതിൻ്റെ എക്സസ് എപ്പോഴും കളയുക. ആൻഡ് ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ബ്രഷ് നല്ലതാണ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഐഷാഡോയുടെ ബ്രഷാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടുള്ളത് ഓണത്തിനെ പറ്റിയിട്ടാണ്. സാധാരണ നമ്മൾ ട്രിവാൻഡ്രത്താണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് ലൈറ്റ് കാണാൻ പോകാമെന്ന് പറയും. ഓണത്തിന് പണ്ട് കുഞ്ഞിലെ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകും. അതൊരു ഭയങ്കര മെമ്മറിയാണ് കേട്ടോ. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഭയങ്കര ഓർമ്മയുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഒരു വലിയ പ്ലാവാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൽ കസിൻസ് ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് വലിയ ഊഞ്ഞാലിടും. ഊഞ്ഞാലിൽ നമ്മളിടുന്ന കമ്പില്ലേ, ആ കമ്പെന്ന് പറയുന്നത് അരി ഇടിക്കാനൊക്കെ എടുക്കത്തില്ലേ, ആ വടി ഭയങ്കര കട്ടിയാണ്, ഭയങ്കര കനമാണ്. അതിൻ്റെ രണ്ട് സൈഡിലും ചെറിയതായിട്ടൊരു ഇതുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വലിയ വടങ്കയർ വെച്ചിട്ടൊക്കെ ഇട്ട്, അപ്പോൾ അതിലിങ്ങനെ ഞാനും എൻ്റെ ബ്രദറും കൂടി കുഞ്ഞിലെ, ഞങ്ങൾ ഒരേ ഏജാണ്, ഞാനും എൻ്റെ ബ്രദറും കൂടി അതിലിങ്ങനെ ആടുന്ന ഓർമ്മ എനിക്കുണ്ട്. അവൻ കിടന്ന് വിളിക്കും, ഞാൻ കിടന്ന് വിളിക്കും. അതായത് നമ്മളിങ്ങനെ ആകാശം വരെ പോകും, അത്രയ്ക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അത്രയ്ക്ക് വലിയ ഊഞ്ഞാലായിരുന്നു അത്. അതുപോലെ തന്നെ ജന്മത്തിന് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ആ ഓർമ്മ ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ എന്തൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഐബ്രോ കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല രീതിക്ക് മേക്കപ്പ് ചെയ്തു എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈയിടെയായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ബ്ലഷ്, കോൺടൂർ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റിലേക്ക് മാറി. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ജസ്റ്റ് ഹെർബ്സിൻ്റെ ആണ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. ഈ ഷെയ്ഡ് വന്നിട്ട് മഹാഗണിയാണ് കേട്ടോ. ഈ ഷെയ്ഡ് 04 മഹാഗണിയാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. കുറച്ച് ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലൊക്കെ നന്നായിട്ട് ചേരുന്ന, ഇന്ത്യൻ സ്കിന്നിന് ചേരുന്ന ടോണാണ് മഹാഗണി. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ബ്ലഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സ്കിന്നിൽ നല്ലൊരു എന്താ പറയുക തിളക്കമല്ല, ഒരു ഹെൽത്തി ഫീൽ കിട്ടും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ. ഇത് വന്നിട്ട് ഞാൻ
ജസ്റ്റ് കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുക. ഇത് ക്രീമി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. കണ്ടോ? അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊരു ഇച്ചിരി കൂടി ഫെസ്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗ്ലിറ്റർ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ലിപ്പിലും ചീക്കിലും കണ്ണിലും ഒരേ കളർ അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും. ആൻഡ് ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ആ ഒരു ബ്ലാക്ക് കളർ ഒന്ന് മാറി കിട്ടും. അതിൻ്റെ പുറത്ത് നമുക്ക് ഗ്ലിറ്റർ ഇട്ടാലും നല്ല എഫക്റ്റ് ആയിരിക്കും. കുറച്ച് നമുക്ക് ലിപ്പിൽ അപ്പോൾ ഞാൻ ആ ഒരു ലുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊട്ട് വെക്കാൻ പോകാറുണ്ട്. സൂപ്പർ അല്ലേ? ഇതും വന്നിട്ട് ഞാൻ ടി നഗറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഹോൾ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചില്ല. ബട്ട് ടി നഗറിൽ ഞാൻ മെയിനായിട്ട് പോകുന്നതിൻ്റെ റീസൺ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് എന്ന് ഞാൻ അറിഞ്ഞെങ്കിലും നമുക്ക് എലഗൻ ലുക്കാണല്ലോ ആവശ്യം. അപ്പം ഞാൻ ആദ്യമായിട്ടൊരു സംഭവം ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ടൈം ട്രൈ ആണ്. ആ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഐലാഷസ് ആണ് കേട്ടോ. ഇത് ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ട് മേടിച്ചാണ്. എനിക്ക് ഐലാഷസ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എൻ്റെ ഐലാഷ് പൊതുവെ ഭയങ്കര കുറവാണ്. ബട്ട് അത് ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ഹെവി ഫീലിംഗ് ഒക്കെ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ബേസിക്കലി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേറ്റർ വരുന്നുണ്ട്. ആപ്ലിക്കേറ്റർ മീൻസ് ഇതിങ്ങനെ വെക്കുന്ന സാധനം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒറ്റ കിറ്റാണ്. ഇതിനകത്ത് 4 സെറ്റ് വരുന്നുണ്ട് കേട്ടോ. 4 അല്ലല്ലോ, 5 സെറ്റ് വരുന്നുണ്ട്. പല ടൈപ്പിലുള്ള 5 സെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഐലൈനറും വരുന്നുണ്ട് കേട്ടോ. 2 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ മാഗ്നറ്റിക് ഐലൈനർ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇത് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് സിമ്പിളായിട്ടൊരു ഐലാഷ് സെലക്ട് ചെയ്യാം. ദിസ് വൺ. ഇതാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് വെച്ചിട്ട് ഐലൈനർ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. ഞാനൊന്ന് ഷേക്ക് ചെയ്യട്ടെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ തനിയെ ഐലാഷ് വെക്കുന്നത് കേട്ടോ. ഇതിൽ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ ഐലാഷ് വെച്ചു കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടി, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഞാനങ്ങനെ ഗ്ലൂ ഐലാഷൊക്കെ ട്രൈ ചെയ്തിട്ട് പൊട്ടി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മസ്കാര ഇട്ട് നോക്കാം. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനത് ഊരിക്കളയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് കുറേ കൂടെ ഈസിയാണ്. ഗ്ലൂ ആണെങ്കിൽ എനിക്ക് വെക്കാനേ പറ്റില്ലായിരുന്നു. ഇപ്പോൾ മാഗ്നറ്റിക് ആയതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കണ്ണിൽ ആ ഒരു ഹെവി ഫീലിംഗ് തോന്നുന്നുണ്ട്, നാച്ചുറലായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പോകാൻ നോക്കാം. എത്ര നേരം ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ചൊന്ന് ഹെയർ സ്റ്റൈൽ ചെയ്തതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൂവില്ല. ഇത് ഒറിജിനൽ സെലിബ്രേഷൻ അല്ലാത്തത് കൊണ്ട് ഇവിടെ പൂ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് ചെന്നൈ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. റീസൺ മീൻ അവിടെ തൊട്ട് പുറത്ത് പോയാൽ തന്നെ ഇഷ്ടംപോലെ പൂക്കളായിരുന്നു, ഇഷ്ടംപോലെ ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് പൂ നിൽക്കുന്നത്. ഇവിടെ എവിടെ പോകണം? ഇപ്പോൾ ഞാൻ സിറ്റി സൈഡിലാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയാലേ പൂവൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇവിടെ തൊട്ടടുത്തൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഐ ഷാഡോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. അത് കാരണം ഞാൻ കുറച്ചൊരു ചെറിയൊരു ഗോൾഡൻ ഗ്ലിറ്ററി ഷെയ്ഡ് പെട്ടെന്ന് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഫേവറേറ്റ് തിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ മിസ് ക്ലയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് വന്നിട്ട് ഭയങ്കര ന്യൂഡാണ്, നല്ല രസമാണ്, ഗ്ലോസ് അല്ല, മാറ്റാണ്. അപ്പോൾ അത് നമ്മൾ ന്യൂഡ് ഷെയ്ഡ് അടിക്കാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ചോക്കറിൻ്റെ കൂടെ ഈ ഒരു ഹെയർ സ്റ്റൈൽ നന്നായിട്ട് പോകുമെന്ന് തോന്നി. അപ്പോൾ എല്ലാ മലയാളികളെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ടീമിൻ്റെ വകയായിട്ട് ഒരു ഓണം ആശംസ നേരുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ആൻഡ് ഹാപ്പി ഓണം ടു എവ്രി വൺ.